എന്നാൽ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ ഇനി ഒരിടത്തും വർക്ക് ചെയ്യുന്ന കാര്യമില്ല, വേറെ എന്തെങ്കിലും രീതിയിൽ പറ്റുമോ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്ററായിട്ട് മാറി ഇതിൽ നിന്ന് കുറേ കാശുണ്ടാക്കിയിട്ട് റിട്ടയർ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എൻ്റെ മുന്നിൽ തുറന്നു വന്നിട്ടുള്ളൂ. ഇന്ന് നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ഇക്വിറ്റി ഇന്റലിജൻസ് എന്ന പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കമ്പനിയുടെ സിഇഒയും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഫണ്ട് മാനേജറുമായ മിസ്റ്റർ പൊറിഞ്ചു വെലിയത്താണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഗുരു എന്ന് പറയുന്നത്. പൊറിഞ്ചു വെലിയത്ത് പണ്ടേ എൻ്റെ അടുത്ത് പറയും, താൻ എന്തിനാണോ വേറൊരു ബിസിനസ് തുടങ്ങുന്നത്? എത്രയോ നല്ല ബിസിനസ്സുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്, സക്സസ്ഫുൾ ആയതും സക്സസ്ഫുൾ ആവാൻ പോകുന്ന ബിസിനസ്സും. എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാർട്ട്ണറായി? നിങ്ങൾ ആ കമ്പനിയിൽ ഷെയർ മേടിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു പാർട്ട്ണറാണ് ആവുന്നത്. ആ കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും കൂടെ അവിടെ ഗ്രോ ചെയ്യും. നിങ്ങൾ വില കൂട്ടിയിട്ട് നിങ്ങളുടെ സെയിൽസ് കുറഞ്ഞോ? ഇല്ല സർ, വില കൂട്ടിയിട്ടും 60%, 50% ഗ്രോത്ത് ആണ് എല്ലാ ക്വാർട്ടറും. ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കൂടുതൽ ഒരു ബിസിനസ് ഇല്ല. ഇന്ന് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കമ്പനി ഇന്ന് 2009 200 ചില്ലാനം കോടി മാത്രം ടേൺ ഓവറും സെയിൽസും ചെയ്ത കമ്പനി ഇന്ന് 5000 കോടിക്ക് അടുപ്പിച്ച് സെയിൽസ് ചെയ്യുമ്പോൾ ഇന്നത് 40,000 രൂപയ്ക്കാണ്. നമസ്കാരം, സ്മാർട്ട് ഇൻവെസ്റ്ററിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള, ഇപ്പോൾ മൈഫിൻ ടിവിയുടെ റിസർച്ച് ടീമിന്റെ ഹെഡായി ലീഡ് ചെയ്യുന്ന മിസ്റ്റർ സൂരജ് സാറാണ്. സർ, വെൽക്കം. മൈ പ്ലഷർ. യെസ് സർ, ഇപ്പം സാറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈഫിനിലെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന പ്രോഗ്രാമിലൂടെ വളരെ പോപ്പുലറായിട്ട് നിൽക്കുകയാണ്. ഒരു ഫാൻ ആർമി തന്നെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ സാറിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോഴേക്കും സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി, അതായത് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഏർലി 20s ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ പ്ലേസ്ഡ് ആവുന്നു. അവിടെ നിന്ന് 30s ഏർലി റിട്ടയർമെൻറ്റ്, ആ ഒരു സമയത്തൊക്കെ എന്ന് പറയുന്ന അത്ര ഡിസിഷൻ എന്ന് പറയുന്നത് വലിയൊരു ബ്രേക്ക് തന്നെയാണ്. അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നു, ഒരു സ്വന്തമായിട്ടൊരു ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനി നടത്തുന്നു. ഇപ്പോൾ ഈ 50ാമത്തെ വയസ്സിൽ അവിടെ നിന്നും ഒരു റിട്ടയർ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫുൾ ടൈം മൈഫിൻ്റെ ഒരു ടീമിനെ ലീഡ് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയുക കംപ്ലീറ്റ് ഒരു പാർട്ടിസിപ്പൻ്റ് ആയിട്ട് നിലനിൽക്കുകയാണ്. ഈ ഒരു ജേണിയെ 25 വർഷത്തെ ഈ ഒരു ജേണിയുടെ തുടക്കം എങ്ങനെയായിരുന്നു? അനില, ഇതിനകത്ത് ഞാനിപ്പോൾ അനിലയുടെ മുന്നിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മൈഫിനിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് വെച്ചാൽ ഞാൻ എൻജോയ് ചെയ്യുന്ന എൻ്റെ ഒരു പാഷനാണ്, എൻ്റെ ഒരു ഒബ്സെഷനാണ്. ഞാൻ ഡെയിലി ഇവിടെ ഓപ്പണിംഗ് അവേഴ്സിൽ കൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിൽ കൂടെ അവതരിപ്പിക്കുന്നു. ആ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന സൂരജ് നായർ, അല്ലെങ്കിൽ ഓപ്പണിംഗ് അവേഴ്സിൽ കാണുന്ന സൂരജ് നായർ എന്ന് പറഞ്ഞാൽ 51 വയസ്സായി, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ്റെ അച്ഛനാണ്. അതേപോലെ ഭാര്യയും കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരുപാട് കാലം ആയി എന്നുള്ളതാണ്. ഞാനിപ്പോൾ സംസാരിക്കാൻ വന്നത്, ഇപ്പോൾ അനിലയുടെ ചോദ്യം ഞാൻ ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ എന്നെ 2009 കൊണ്ടുപോകണം. അതായത് 35 വയസ്സായ സൂരജ് നായർ എന്താണ് എന്നുള്ളതാണ്. അതായത് ആ 35 വയസ്സുകാരനും ഇന്നത്തെ 51 വയസ്സുകാരനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാലം ഒരുപാട് മാറി. എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരുപാട് അറിയാൻ പറ്റി. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് നെഗറ്റീവ്സും പോസിറ്റീവും മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഒരുപാട് നോളജ് അതിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ 2009 ഞാൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അന്ന് എനിക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വലുതായിട്ടൊരു അറിവില്ല, അല്ലെങ്കിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് അറിവില്ല. ആ സമയത്താണ് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം. അതിന് മുമ്പേ തന്നെ ഞാൻ നേരത്തെ അനിൽ സൂചിപ്പിച്ച പോലെ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഏതൊരു എഞ്ചിനീയറിനെ പോലെയും ഒരു Y2K, അതായത് മറ്റേ നമ്മുടെ ഒരു Y2K എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ആ ഇയർ 2000 ആ മെയിൻ ഫ്രെയിംസിന്റെ ഇഷ്യൂവിൽ ഒരു ജോലിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്ന് പറയുന്നത്. അവിടുന്ന് എൻ്റെ ജേർണി നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ്വെയറിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫാമിലിയിൽ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഐ ലോസ്റ്റ് മൈ ഫാദർ. എൻ്റെ അച്ഛൻ മരിച്ച് 2003-4 കാലഘട്ടങ്ങളിൽ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ കുടുംബത്തിലെ തന്നെ ഒരൊറ്റ മകനായതുകൊണ്ട് എനിക്ക് അമ്മയെ നോക്കാൻ വേണ്ടി എനിക്ക് നാട്ടിലേക്ക് വരേണ്ടി വന്നു. ഞാൻ പുറത്താണ് വർക്ക് ചെയ്തിരുന്നത് എന്നുള്ള. ഇവിടെ വന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്, അതായത് ചടങ്ങുകളും ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് കുറച്ച് നാളൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു ജോലി എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആയിരുന്നില്ല. അന്ന് ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവായിട്ട് വന്നു. അതായത് ഞാൻ ചെയ്ത ഡൊമൈൻ, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ എക്സ്പോഷർ വെച്ചിട്ട് വേണ്ട രീതിയിൽ എനിക്ക് പെട്ടെന്നൊരു ജോലി കിട്ടിയില്ല എന്നുള്ള. അന്നത്തെ സമയത്ത് എനിക്കൊരു മേക്ക് ഷിഫ്റ്റ് ആയിട്ട്, അതായത് സമയം പോകാൻ വേണ്ടി മാത്രം ഞാൻ തിരഞ്ഞെടുത്ത ഒരു ജോലിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്ന്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട് പോലെയോ ബ്രോക്കിംഗ് പോലെയോ ഉള്ള ഒരു കമ്പനി തന്നെയാണ്. ആ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പ്രത്യേകത എന്ന് വെച്ചാൽ സെബി രജിസ്റ്റേർഡ് ആയിട്ട്, അത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതൊരു ഫണ്ട് മാനേജർ ഉണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെതായ സമയമോ നോളജോ ഇല്ലെങ്കിൽ
അവർക്ക് അവർ ഇൻവെസ്റ്റ്മെന്റ്സിന് ഒരു എക്സ്പേർട്സിന് പാസ് ഓൺ ചെയ്യാം. ആ എക്സ്പേർട്ടാണ് ഈ പോർട്ട്ഫോളിയോ മാനേജർ എന്ന്. അദ്ദേഹം ആ പോർട്ട്ഫോളിയോ മാനേജർ ആ ഇൻവെസ്റ്ററിന് വേണ്ടി ഏതൊക്കെ സ്റ്റോക്ക് മേടിക്കണം, എത്ര നാൾ ഹോൾഡ് ചെയ്യണം, എപ്പോൾ വിൽക്കണം എന്നുള്ളതൊക്കെ ചെയ്തു കൊടുക്കപ്പെടും. അങ്ങനത്തെ ഒരു പ്രീമിയം ലക്ഷറി സർവീസായ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. അതിന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് അന്ന് 5 ലക്ഷമായിരുന്നു, ഇന്ന് അത് 50 ലക്ഷമാണ് എന്നുള്ളത് ആസ് വി സ്പീക്ക്. ആ ഒരു ഇൻഡസ്ട്രിയിലാണ് ഞാൻ ആദ്യമായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ കാലെടുത്ത് വെക്കുന്നത്. അവിടെ വെച്ചിട്ട് ആ കമ്പനി ഒന്നും, അത് നമുക്കറിയാലോ 2003 തൊട്ട് 2008 വരെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു ബുൾ റൺ തന്നെ സംഭവിച്ച ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്ത ഫീൽഡിൽ എനിക്ക് നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റി. എൻ്റെ കമ്പനി നല്ല രീതിയിൽ ഉയർന്നു മുന്നോട്ട് പോയി എന്നുള്ള എന്ന കാര്യങ്ങൾ തിരിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ 2008 ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഗ്ലോബൽ റിസഷൻ വന്നു, ലേമൻ ബ്രദേഴ്സിന്റെ ഒരു ഇഷ്യൂസ് വന്നു. ഇതൊക്കെ ഇഷ്യൂസ് വന്നത് കാരണം ഞാൻ ഈ കമ്പനിയുടെ ഫ്രണ്ട് എൻഡായിട്ട് ക്ലയൻസിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സമയം. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ നമുക്കറിയാലോ, അതായത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട്സൊക്കെ താഴെ പോകുമ്പോൾ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി, ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയെ ഫേസ് ചെയ്ത് അവരുടെ കൺസേൺസ് അഡ്രസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ടീഡിയസ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, ഒരുപാട് സ്ട്രെയിൻ ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ ഒരു 1-1.5 കൊല്ലം തന്നെ ആ ഒരു ലേമൻ ബ്രദേഴ്സിൻ്റെ ഇഷ്യൂസ് നമ്മളെ എഫക്റ്റ് ചെയ്തത്. എൻ്റെ ജീവിതം എപ്പോഴും ഇത് ആൻസർ ചെയ്ത് മൊബൈൽ ഫോണിൽ നിന്ന് സംസാരിച്ചൊക്കെ എൻ്റെ ഒരു സൈഡിലൊക്കെ സത്യം പറഞ്ഞാൽ ഒരു കറുത്ത പാടൊക്കെ വന്നു തുടങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ വളരെ തുറന്ന് അനിലയോട് പറയാം, അനില നമ്മളൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്, നമ്മൾ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്നത്, നമ്മൾ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. എനിക്ക് ശരിക്കും എൻ്റെ ഫാമിലി ലൈഫ് തന്നെ ത്രെട്ടിലേക്ക് ആയി എന്നാണ് കാര്യം. എനിക്ക് അതിന് വേണ്ടിയിട്ട് സമയം ചിലവാക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയായപ്പോൾ എനിക്ക് കമ്പനി എന്നെ നന്നായിട്ട് നോക്കി എനിക്ക് എല്ലാ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് പോലും എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ ആ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത്. ആ റിസൈൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വളരെ കുറച്ച് പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. സാധാരണ ഒരാളെ പോലെ തന്നെ ഒരു ലോൺ എടുത്ത് ഒരു വീട്, ഒരു ഫ്ലാറ്റ് ഞാൻ എറണാകുളത്ത് മേടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വളരെ തുച്ഛമായ ആയിരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആ ഒരു ഡിസിഷൻ എടുത്തു എന്നുള്ള. പക്ഷേ ആ ഡിസിഷൻ എടുത്തപ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചത് ഞാൻ ഇനി ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തിരിച്ചു പോകില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഞാൻ ഒരുപാട് നാളായി സോഫ്റ്റ്വെയറിൽ നിന്ന് വിട്ടുകൊണ്ടോ എനിക്ക് സോഫ്റ്റ്വെയറിലേക്ക് തിരിച്ചു കയറാനും പറ്റുന്നില്ല, എനിക്കൊരു പുതിയ ജോലിയിൽ കയറാനും പറ്റുന്നില്ല എന്നുള്ള മാനസികമായി ഇമോഷണലി എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നില്ല. എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ എനിക്ക് അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നുള്ളൂ. എന്നാൽ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ ഇനി ഒരിടത്തും വർക്ക് ചെയ്യുന്ന കാര്യമില്ല, വേറെ എന്തെങ്കിലും രീതിയിൽ പറ്റുമോ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്ററായിട്ട് മാറി ഇതിൽ നിന്ന് കുറേ കാശുണ്ടാക്കിയിട്ട് റിട്ടയർ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എൻ്റെ മുന്നിൽ തുറന്നു വന്നിട്ടുള്ളൂ. പക്ഷേ അതിന് എൻ്റെ കയ്യിൽ പൈസയില്ല. എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെയാണ് 2009 35 വയസ്സുകാരനായ സൂരജ് നായർ ഒരു തുടക്കം വരുന്നത്. അന്ന് ഞാൻ ഈ പറയുന്ന പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടായിട്ട്, എനിക്ക് ഒരു ജീവിക്കാനുള്ള പൈസയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റ്, അത് എൻ്റെ പുതിയതായിട്ട് 2007 കാലഘട്ടത്തിൽ എനിക്കത് പാല് കാച്ചി കൈ കിട്ടിയുള്ളൂ. എൻ്റെ കയ്യിൽ വേറെ ക്യാപിറ്റലൊന്നും ഇല്ലാത്ത കൊണ്ടും എൻ്റെ അച്ഛൻ മരിച്ച കാരണം എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും, എനിക്കന്ന് ഏതാണ്ട് 2-2.5 വയസ്സായ മകനും എൻ്റെ കൂടെ ഉണ്ട്. ഇത് വെച്ചിട്ട് എനിക്കൊരു ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റ് തന്നെ വിൽക്കണം എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തി. അങ്ങനെ വിറ്റിട്ട് എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു. കിട്ടിയ കാശിൽ ചെറിയൊരു ഭാഗം എൻ്റെ ലോൺ അടച്ചു തീർത്തു. ബാക്കിയുള്ള കാശിന് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ മുന്നോട്ട് പോയത്. കാര്യം ഞാൻ ഇനി ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ ഈ കാശ് വെച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങി മുന്നോട്ട് പോകാമെന്നുള്ളത്. ഞാൻ എത്ര ആലോചിച്ചിട്ടും ഒരു ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തന്നെ അതിനാവശ്യമുള്ള കാശ് എൻ്റെ കയ്യിലില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സബാറ്റിക്കൽ എടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേരെ കാണാൻ പോയി. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സഞ്ജോയ് ഭട്ടാചാര്യ, ഇപ്പോൾ രാകേഷ് ജുൻവാല പോലുള്ള പോപ്പുലർ നെയിംസ് ഒക്കെ നമ്മുടെ സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫേമസ് ആയിട്ടുള്ളൂ. സഞ്ജോയ് ഭട്ടാചാര്യ, സമീർ അറോറ എന്നൊക്കെ പല ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കാണാൻ പോയി. ബോംബെയിൽ, കൽക്കട്ടയിൽ ബസന്ത് മഹേശ്വരി, ഇവരൊക്കെ മാർക്കറ്റിൽ നമ്മൾ അധികം പേര് കേൾക്കാത്തതും എപ്പോഴും CNBC-യിലും ഒന്നും വരാത്ത ആൾക്കാരാണ്. എന്നാൽ ലൈംലൈറ്റ് ഇല്ല എന്ന വളരെ വലിയ വിസ്ഡം ക്യാരി ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ ആ ഉള്ള ആൾക്കാരായിട്ടുള്ള ഒരു സമ്പർക്കമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതെന്നുള്ളത്. അത് മാത്രമല്ല, ഞാൻ ഈ സമയത്ത് ഞാൻ ആ ഒരു വ്യക്തിയെ സ്മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഒരു ഗുരുത്വമില്ലാത്ത ആക്ടിവിറ്റി ആയിപ്പോൾ. എന്നും ഞാൻ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന, ഇന്ന് നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ഇക്വിറ്റി ഇൻ്റലിജൻസ് എന്ന പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനിയുടെ സിഇഒയും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഫണ്ട് മാനേജറുമായ മിസ്റ്റർ പൊറിഞ്ചു വെലിയത്താണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഗുരു എന്ന് പറയുന്നത്. എന്നെ നല്ല രീതിയിൽ ഗ്രൂം ചെയ്ത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു പൊറിഞ്ചു വെലിയത്ത്. പൊറിഞ്ചു വെലിയത്ത് പണ്ടേ എൻ്റെ അടുത്ത് പറയും, ഈ പറയുന്ന പോലെ താൻ എന്തിനാടോ വേറൊരു ബിസിനസ് തുടങ്ങുന്നത്? എത്രയോ നല്ല ബിസിനസ്സുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്, സക്സസ്ഫുൾ ആയതും സക്സസ്ഫുൾ ആവാൻ പോകുന്ന ബിസിനസ്സും. എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാർട്ട്ണർ ആയിക്കൂടാ? നിങ്ങൾ ആ കമ്പനിയിൽ ഷെയർ മേടിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു പാർട്ട്ണറാണ് ആവുന്നത്. ആ കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും കൂടെ അവരെ ഗ്രോ ചെയ്യുന്നു.
നിങ്ങൾ എന്തിനാണ് എല്ലാ എഫേർട്ടും പൈസ ഉപയോഗിച്ച് ഒരു റിസ്ക് ഉള്ള ഒരു ബിസിനസ് തുടങ്ങുന്നത്? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകളിൽ പാർട്ട്ണർ ചെയ്തുകൂടെ എന്നുള്ളതാണ് മിസ്റ്റർ പൊറിഞ്ചുവേലിയത്ത്. അദ്ദേഹം എനിക്കൊരു ചേട്ടനെ പോലെയാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതിനപ്പുറമാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം വന്നു കഴിഞ്ഞാൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തുന്നതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്, വളരെ പ്രിവിലേജ്ഡ് ആണ്, ഓണേർഡ് ആണ്. അങ്ങനത്തെ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലുള്ള ഒരു ചേട്ടനെ പോലെ തന്നെ എന്നെ ഒരു അനിയനെ പോലെ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ആ ഒരു പാഠമാണ് എന്നെ മുന്നോട്ട് നയിച്ചതെന്നുള്ളത്. അതുമാത്രമല്ല, അദ്ദേഹം എപ്പോഴും പറയും, ഒരു ബിസിനസ് നമ്മൾ വാങ്ങിക്കുന്നത്, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പോയി ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കമ്പനിയുടെ പാർട്ട്ണർ ആവുക എന്നുള്ള, ആ കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ് നമ്മൾ. ആ കമ്പനി നന്നാവണം, നന്നായാലേ നമ്മളും നന്നാവുള്ളൂ. അപ്പോൾ ഏത് ടൈപ്പ് കമ്പനിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ശ്രീ പൊറിഞ്ചുവേലിയത്ത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നുള്ളൊരു വാക്കാണ്. വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്പെക്റ്റേഷനിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്, അതിനകത്ത് ഇപ്പോൾ ഒരു വാല്യൂ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന് അദ്ദേഹം വളരെ രസകരമായിട്ടൊരു എക്സാമ്പിൾ പറയും. നിങ്ങളൊരു കാർ മേടിക്കുന്നു, ആ കാറിന് 50,000 രൂപയാണ് വില വരുന്നതെന്ന് വിചാരിക്കുക. ആ കാറിൻ്റെ ഡാഷ്ബോർഡിൽ 1,00,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു വാല്യൂ ബൈ ആണ്. കാര്യം 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് കാറ് മാത്രമല്ല, അതിനകത്തുള്ള 1,00,000 രൂപയും കൂടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം തേടിയാണ് ഞാൻ എൻ്റെ ഒരു സബാറ്റിക്കൽ തന്നെ എടുത്തത്. അതായത് ഞാൻ വിറ്റ പൈസ എൻ്റെ കയ്യിൽ മാറ്റി വെച്ചിട്ട് എന്താണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് സെർച്ച് ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം എനിക്ക് ഗെയിം ചേഞ്ചറായിട്ട് വന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു ഇൻസിഡൻ്റ് ആണ്. അതിന് കാരണമായി വന്നത് എൻ്റെ സുഹൃത്തും എൻ്റെ ഭാര്യയും തന്നെയാണ്. അതായത് ഞാനൊരു ദിവസം, അന്ന് ഞാൻ പണിക്കൊന്നും പോകുന്നില്ലല്ലോ, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി, ഞങ്ങളൊക്കെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി ഇൻഫോ പാർക്കിലേക്ക് ഒരു മീറ്റിംഗ് വന്നു. ഒറ്റ ദിവസത്തെ മീറ്റിംഗ് ആണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അതായത് രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോകുന്നു. അതിനുള്ള കരുതൽ മാത്രമേ അദ്ദേഹം ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഒരു പാക്കിങ്ങിൻ്റെ കാര്യത്തിലും അദ്ദേഹം കരുതിയിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് 3-4 ദിവസം നിൽക്കേണ്ടി വരും എന്നറിയാം. അപ്പം ഞാൻ ഇദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് ഇൻഫോ പാർക്കിൽ വിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇദ്ദേഹത്തിനെ തിരിച്ച് പിക്കപ്പ് ചെയ്ത് എയർപോർട്ടിൽ വിടണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ എനിക്ക് ഉച്ച തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യം വെച്ചാൽ, എടാ എനിക്കൊരു 4-5 ദിവസം കൂടെ നിൽക്കേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാമല്ലോ എന്ന് ഞാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ വീടൊക്കെ വിറ്റ് ഞാൻ പുതിയ വാടക വീട്ടിൽ ജോയിൻ ചെയ്തേ ഉള്ളൂ. അവിടെ താമസമൊക്കെ തുടങ്ങി വരുമ്പോഴാണ് ഇദ്ദേഹത്തിനും കൂടെ വരുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, എനിക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഉടുത്തു മാറാനായിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ബാഗ് തന്നെ ഞാൻ ട്രാവൽ ലൈറ്റ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ജീൻസോ ടീഷർട്ടോ എൻ്റെ ഉപയോഗിക്കാം താങ്കൾക്ക്, പക്ഷേ ഇന്നർ വെയറിന് നമ്മൾ എവിടെ പോകുന്നുള്ള. അങ്ങനെ അദ്ദേഹത്തിനെയും കൊണ്ട് ഒരു ഇന്നർ വെയർ, ഈ ഇന്നർ വെയർ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ മാറ്റിമറിച്ച ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെയും കൊണ്ട് ഞാൻ പോയിരുന്നത് നമ്മുടെ എറണാകുളത്ത് ഈ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് ജോക്കി ഷോറൂം ഉണ്ട്. അപ്പോൾ ജോക്കി ഇന്നർ വെയറിന് വളരെ ഫേമസ് ആണല്ലോ. ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ ജീവിതം മാറിയുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് പോകുന്നു. നമ്മൾ സാധാരണ ഇന്നർ വെയർ മേടിക്കുമ്പോൾ 1-2 ആയിട്ടോ മേടിക്കാറില്ല, 4-5 ആയിട്ടാണ് മേടിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ അവിടെ ചെന്നു, അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു, ഞാനും ഒരു 4-5 മേടിച്ചു. ഞങ്ങൾ ഇതെല്ലാം ചെയ്തു ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് തിരിച്ച് ട്രാവൽ ചെയ്യുന്നു, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നു, ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് വർക്ക് ചെയ്തപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ വാർഡ്രോബ് തുറന്നപ്പോൾ, നമ്മളിത് പെട്ടിയായിട്ടാണല്ലോ മേടിക്കുന്നത്, ഒരു ബോക്സ് കവറിലാണ് മേടിക്കുന്നത്. ഞാൻ നേരത്തെയും കഴിഞ്ഞ മാസവും ഞാൻ മേടിച്ചിരുന്നു. കഴിഞ്ഞ മാസവും മേടിച്ചത്, അടുത്ത മാസം കൂടെ മേടിച്ച് ഒരുപാട് സാധനങ്ങൾ അതിനകത്തുള്ളപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വൈഫ് വാതിൽ തുറന്ന് ഈ അയൺ ചെയ്ത ഡ്രസ്സ് വയ്ക്കാനായിട്ട് പോയപ്പോൾ ഇതെല്ലാം പാക്കറ്റെല്ലാം കൂടെ താഴെ വീണു. ഇതെല്ലാം കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ എൻ്റെ കമ്പ്യൂട്ടർ ടേബിളിൽ ഇട്ടിട്ട് പുള്ളിക്കാരത്തി ഓൺ എ ലൈറ്റർ വെയിൻ തമാശയ്ക്ക് ചോദിച്ചു, നിങ്ങൾ എന്താ ഇതിൻ്റെ കച്ചവടം തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചോദിച്ചതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് ആലോചിക്കുന്നത്. അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ 2 പാക്കറ്റും, അതായത് ഇങ്ങനെ ആലോചിക്കുക, മാർച്ച് മാസം മേടിച്ചതും മെയ് മാസം മേടിച്ചതുമായിട്ടുള്ള 2 പാക്കറ്റ്, സെയിം സൈസ്, സെയിം മെറ്റീരിയൽ, സെയിം കളർ. ആദ്യത്തെ മേടിച്ചതിന് 130 രൂപയാണ് വിലയെങ്കിൽ രണ്ടാമത് മേടിച്ച സാധനം, അതായത് 1.5-2 മാസത്തിനുള്ളിൽ മേടിച്ച അതേ പ്രൊഡക്റ്റിന് തന്നെ വേറൊരു ബാച്ച് മേടിച്ചതിന് 160 രൂപ. അതായത് 130 നിന്ന് 160 രൂപ. ഞാൻ തിരിച്ച് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വില ഓർക്കുന്നില്ല, ഞാനൊരു കമ്പാരിസന് വേണ്ടി പറഞ്ഞു. 130ൻ്റെ സാധനം 160 രൂപയായി. എങ്ങനെയാണ് ഈ വില കയറിയതെന്ന് അന്വേഷിക്കാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി വന്നു. അങ്ങനെയാണ് ഞാൻ ഈ 2 പാക്കറ്റും കൊണ്ട് ജോക്കി ഷോറൂമിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവർ പറയുന്നു, അറിയില്ല, കമ്പനിയിൽ നിന്ന് വരുന്ന, അവിടുത്തെ സെയിൽസ് സ്റ്റാഫ് പറയുന്നത് കമ്പനിയിൽ നിന്ന് വരുന്നത് പുതിയ ലോഡിനൊക്കെ പുതിയ പ്രൈസാണ്, അതിന് വില കൂടിയിട്ടുണ്ട് സാറെന്ന്. ഇതിൻ്റെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടെറിട്ടറി മാനേജറുണ്ട്, ഞാൻ പരിചയപ്പെടുത്തരാമെന്ന് പറഞ്ഞ് ഉള്ളിൽ നിന്ന് ടെറിട്ടറി മാനേജറിനെ വിളിക്കും. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് വെച്ചാൽ, ഞങ്ങളുടെ ഇന്നർ വെയർ ഉണ്ടാക്കുന്നതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോട്ടനാണ്. കോട്ടൻ്റെ വില കൂടുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെയും വില കൂട്ടും, അതാണ് ഞങ്ങളുടെ ബിസിനസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കോട്ടൻ്റെ വില നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കോട്ടൺ 5 രൂപ വില കൂടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5% വില കൂടിയിട്ടുണ്ടെങ്കിൽ, അവർ പ്രോഡക്റ്റിന് 30% വില കൂട്ടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബിസിനസ് റോ മെറ്റീരിയലിന് വില കൂടുമ്പോൾ ഇവർ അതേപോലെ എൻ പ്രോഡക്റ്റിന് വില കൂട്ടിയിട്ട്
ഇവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളൂ. അപ്പം ഞാൻ വീണ്ടും തിരിച്ച് ആ ടെറിട്ടറി മാനേജറിനെ കോൺടാക്ട് ചെയ്തിട്ട് വെച്ച് നിങ്ങൾ വില കൂട്ടിയിട്ട് നിങ്ങളുടെ സെയിൽസ് കുറഞ്ഞോ? ഇല്ല സർ, വില കൂട്ടിയിട്ടും 60%, 50% ഗ്രോത്ത് ആണ് എല്ലാ ക്വാർട്ടറിലും. ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കൂടുതൽ ഒരു ബിസിനസ് ഇല്ല. ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താ? റോ മെറ്റീരിയൽ കയറ്റുമ്പോൾ ഈ പറഞ്ഞ പോലെ വില കൂട്ടാൻ പറ്റുന്നില്ല, അങ്ങനെ മാർജിൻ കംപ്രസ്ഡ് ആവുന്നു, സെയിൽസ് കുറയുന്നു. ഇതാണ് സംഭവം. ഇതൊക്കെ ഇവർ തരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ബിസിനസ് കൊള്ളാലോ എന്ന് നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ജോക്കിയുടെ ഇന്ത്യയുടെ മാനുഫാക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് പേജ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. അപ്പോൾ ഈ പേജ് ഇൻഡസ്ട്രീസ് ലിസ്റ്റഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ ഈ പേജ് ഇൻഡസ്ട്രിയിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ ഒരു പരിശ്രമമാണ് അവിടുന്ന് തുടങ്ങുന്നതെന്നുള്ളത്. അങ്ങനെ ഇത് ഒരുപാട് സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പേജ് ഇൻഡസ്ട്രീസിലെ കമ്പനി സെക്രട്ടറി ഒരു കോട്ടയത്തുള്ള ഒരു മലയാളിയായിരുന്നു. അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് എനിക്ക് ഈ കമ്പനി കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇന്നില്ല നമ്മുടെ കൂടെ, അദ്ദേഹത്തെ മരിച്ചുപോയി എന്നുള്ളതാണ്. അദ്ദേഹം എനിക്ക് ഫൈനലി എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ് കമ്പനി വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഈ ജോക്കിയുടെ പാരന്റ് കമ്പനി USC എന്നുള്ള ഡയറക്ടറും വിസിറ്റ് ചെയ്യുന്നുണ്ട്. സൂരജ് നായർ ഇതാണ് പറ്റിയ സമയം വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അടുത്ത നിമിഷം തന്നെ അടുത്തൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഞാൻ അങ്ങോട്ട് പോവുകയും കമ്പനി വിസിറ്റ് ചെയ്യും, അതിൻ്റെ മാനേജിങ് ഡയറക്ടറിനെ കാണുകയും ഈ ജോക്കിയുടെ ആളെ കാണുകയും കൂടെ ചെയ്തപ്പോഴാണ് ഈ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി ഞാൻ മനസ്സിലാക്കിയത്. ഫുൾ റോബോട്ടിക് ആയിട്ടുള്ള മാനുഫാക്ചറിങ് സിസ്റ്റവും ഒരുപാട് പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് ഇതൊരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റാണ്. അവരതിനെ വിശേഷിപ്പിക്കുന്ന ഇന്നർ വെയർ കമ്പനി എന്നല്ല, ലീഷർ വെയർ കമ്പനി എന്നാണ് അവർ ജോക്കി അവതരിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ പേജ് ഇൻഡസ്ട്രി അവതരിപ്പിച്ചിരുന്നത്. അവർ പറയുന്നത് നമ്മളൊക്കെ പണ്ടൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊരു ഇന്നർ വെയർ മേടിക്കണമെങ്കിൽ ഒരു വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് പോയാണ് മേടിക്കുന്നത്. അത് മേടിക്കുന്നതിൽ നമുക്ക് വലിയൊരു ടാബു, നാണക്കേടുണ്ടായിരുന്നു. ഇവരതിനെ മാറ്റി ഒരു മോളിൽ നമുക്ക് ധൈര്യമായിട്ട് കയറാം എന്നുള്ള രീതിയിലേക്ക് ഇതിനെ മൈൻഡ് സെറ്റ് മാറ്റുന്ന ഒരു ബിസിനസ് ആയിരുന്നു ഇതെന്നുള്ള. അവിടെ നിന്നാണ് ഈ കമ്പനിയിൽ ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത്. ഞാൻ ഒറ്റ കാര്യമേ അവരുടെ അടുത്ത് ചോദിച്ചുള്ളൂ. ഏതാണ്ട് 2009 പോകുമ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 250 കോടിയുടെ സെയിൽസും ടേൺ ഓവറുമാണ് അവർക്ക് നടക്കുന്നത്. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു 5 കൊല്ലം കഴിയുമ്പോൾ ഈ കമ്പനി എവിടെ നിൽക്കും? ഈ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. ഞാൻ അതിൻ്റെ പ്രൈസ് ഒന്നും സംസാരിക്കുന്നില്ല. കാര്യം എന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന ശ്രീ പൊറിഞ്ചു വലിയത്താണെങ്കിലും നിങ്ങൾ പ്രൈസ് ചോദിക്കരുത്, കമ്പനിയുടെ ഗ്രോത്ത് ആണ് ചോദിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇന്ന് 250 കോടി നമ്മൾ 5 കൊല്ലം കഴിയുമ്പോൾ എത്തുന്നു വെച്ചപ്പോൾ അന്ന് അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ തീർച്ചയായിട്ടും 1000 കോടിയെങ്കിലും എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്നും പറയട്ടെ, ഞാൻ അന്തസ്സോടുകൂടി വളരെ പ്രൗഡായിട്ടും ഒരു ബഹുമാനവും എനിക്കുണ്ടെന്നുള്ളതാണ് അത് പറയണത്. അതായത് ഇന്ന് ആ സ്റ്റോക്കിൻ്റെ വില, അതായത് അന്ന് 2009 200 ചില്ലുവാനും കോടി അവർ ടേൺ ഓവർ ചെയ്യുമ്പോൾ 2014-15 ആവുമ്പോഴത്തേക്കും അവർ 1000 കോടി കൂടുതൽ ടേൺ ഓവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള. 2019 ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ വില 360 രൂപ. 2014 അല്ലെങ്കിൽ 15, അതായത് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ അവർ 1000 കോടി ടേൺ ഓവർ ക്ലോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വില 300 നിന്ന് 6000 രൂപ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കമ്പനി ഇന്ന് 2009 200 ചില്ലാനം കോടി മാത്രം ടേൺ ഓവറും സെയിൽസും ചെയ്ത കമ്പനി ഇന്ന് 5000 കോടിക്ക് അടുപ്പിച്ച് സെയിൽസ് ചെയ്യുമ്പോൾ ഇന്നത് 40,000 രൂപയ്ക്കാണ് അതിൻ്റെ ഷെയർ ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ഷെയർ ഇങ്ങനെ ഒരിക്കലും ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ആ ബിസിനസ് 1000 കോടി ആദ്യം എത്തുമെന്നും 5 കൊല്ലം കഴിയുമ്പോൾ അത് കഴിഞ്ഞ് അതൊരു വലിയ ലെവലിലേക്ക് എത്തുമെന്നും അതിനെക്കുറിച്ച് അവരെനിക്കൊരു എക്സ്പെക്റ്റേഷൻ തന്നിരുന്നു. ഞാനത് വിശ്വസിച്ചു. ആ കമ്പനിയുടെ ഗ്രോത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വെൽത്ത് ഗ്രോ ചെയ്തത്. ഞാൻ ഇന്നും അന്തസ്സോടെ പറയട്ടെ, ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ എത്ര വാല്യൂ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാര്യം വെച്ചാൽ അത് സബ്ജക്റ്റീവാണ്. ഓരോരുത്തരുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന പൈസ ബേസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ വിറ്റേക്കാം. ഞാൻ ഇന്നും അതിൻ്റെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ജേണിയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വെൽത്ത് ക്രിയേഷൻ ജേണി. അവിടെ ശരിക്കും പറഞ്ഞാൽ എന്നെ സഹായിച്ചത് എൻ്റെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ല. രണ്ടാമത് ഞാനൊരു അക്കൗണ്ടിങ്ങോ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ വന്നതല്ല. കാര്യം എന്നും എന്നെ പഠിപ്പിച്ചു തന്ന എൻ്റെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് ഗുരുസും പറഞ്ഞിരിക്കണമെന്നറിയോ, ഇഫ് സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് വെൽത്ത് ഇൻ സ്റ്റോക്ക് ഈസ് ഓൾ അബൌട്ട് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, then all the chartered accountants would have been the richest person on earth. അല്ലെങ്കിൽ all the mathematicians would have been the richest person on earth. It's not that. ലോകത്തുള്ള എല്ലാ പൈസക്കാരും സാധാരണക്കാരായിരുന്നു. ആ ഇൻവെസ്റ്റേഴ്സ് എല്ലാം സാധാരണക്കാരനായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെ വലുതാവും എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് പ്രൈസിനെ കുറിച്ച് ചിന്തിക്കരുത്, ബിസിനസ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. കാര്യം ഒരു സ്റ്റോക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കമ്പനിയിലെ ഓണർഷിപ്പാണ് മേടിക്കുന്നത്. ആ കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ, ആ കമ്പനി സെയിൽസും പ്രോഫിറ്റും വലുതാക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് വാല്യൂ ഓട്ടോമാറ്റിക്കലി കൂടിക്കോളും. നിങ്ങൾ അതിനകത്ത് ഇനി യുദ്ധം വന്നാലും പേടിക്കാനില്ല. യുദ്ധം വരുമ്പോഴോ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ വരുമ്പോഴോ അല്ലെങ്കിൽ ഇൻഫ്ലേഷനോ ഇൻട്രസ്റ്റ് റേറ്റോ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെതായ വേരിയേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ കാലക്രമേണ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കില്ല. സ്റ്റോക്ക് മാർക്കറ്റ് വിൽ ടൈഡ് ഓവർ all the worries. സാറിന് അന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരു കമ്പനി പോയി കാണാനും അതിൻ്റെ ഒരു അനാലിസിസ് ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഒരു സാധാരണക്കാർക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഞാൻ വേറൊരു രീതിയിൽ ഞാൻ അതിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, നമ്മൾ നമ്മുടെ എല്ലാം പണയം വെച്ച് നമ്മൾ ദുബായിലേക്ക് വണ്ടി കയറാറില്ല.
നമ്മൾ ബോംബെയിലേക്ക് വണ്ടി കയറാറില്ല. നമുക്ക് എന്തുകൊണ്ട് ബാംഗ്ലൂരിൽ പോയി ഒരു പേജ് ഇൻഡസ്ട്രീസ് കണ്ടുകൂടാ?